ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഫൈസൽ മുഹമ്മദ് കൊളാടി. നമ്മളെല്ലാവരും സമാധാനം തേടി അലയുന്ന ആളുകളാണ്. നമ്മൾക്ക് എന്ത് കിട്ടിയാലാണ് നമ്മൾ സമാധാനം ആവുക, നമ്മൾ ശാന്തി അടയുക? എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലാണ് നമുക്ക് അത് സമാധാനം? എനിക്ക് ഇത് കിട്ടിയാലാണ്, അല്ലെങ്കിൽ ഇന്നതുപോലെ സംഭവിച്ചാലാണ് എനിക്ക് സമാധാനമെന്ന് നമ്മൾ നമുക്ക് നേടിയാലാണ്? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓരോരുത്തരും, ചിലർ എനിക്ക് നല്ലൊരു ഉദ്ദേശിച്ച രീതിയിലൊരു കല്യാണം സംഭവിക്കുകയാണെങ്കിൽ, മറ്റു ചിലർ ഉദ്ദേശിച്ച രീതിയിലൊരു വീട് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, നല്ലൊരു ജോലി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഓരോ സങ്കല്പങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും. ചിലർ പറയും, എനിക്കെൻ്റെ മകള് കല്യാണം ആയി നല്ലൊരു കല്യാണം കഴിച്ചു വിടുകയാണെങ്കിൽ, ചിലപ്പോൾ മകൾ ചെറിയ 2 വയസ്സോ 3 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ ഉള്ള കുട്ടിയായിരിക്കും. ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമാധാനം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ കുട്ടി 2 വയസ്സുള്ള കുട്ടിയാണ്. ഇതിനെ കല്യാണം കഴിച്ച് വിടുന്നത് വരെ ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായിരിക്കും. നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണം. സമാധാനം എന്നുള്ളത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മളായി മാറുക എന്നുള്ളത്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മളായി മാറുക. നമ്മളിപ്പോൾ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്നാണ്. ഈ കല്യാണം കഴിക്കുന്നത് വരെ എന്ത് നമുക്ക് കിട്ടിയാലും, എന്ത് നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മളതിൽ സമാധാനം കണ്ടെത്തൂല. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ ഈ കുട്ടീനെ കെട്ടിക്കാനുള്ള ഈ ഒരു ഇതിലോട്ട്, ഈ പ്രയാണത്തിൽ, ഈ യാത്ര, നമ്മൾ ജീവിതം എന്നൊരു മനോഹരമായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര നമ്മൾ ആസ്വദിക്കുക. ഓരോ നിമിഷവും ഈ യാത്രയെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വേണം നമുക്ക്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ യാത്ര മുഴുവനും നമ്മൾ ആസ്വാദ്യകരമാകും. ഈ മകളെ കെട്ടിക്കാനുണ്ടാക്കുന്ന അധ്വാനം, അതുപോലെ പ്രവൃത്തി, ജോലി, കാര്യങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യും. ഇതിനെ ഞാൻ ആസ്വദിക്കുന്നു. അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന പ്രയത്നങ്ങൾ, അധ്വാനങ്ങൾ, സേവിങ്സ്, ഇതൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോ സമയത്തെയും ഓരോ നിമിഷത്തെയും ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കുകയും ചെയ്യും. സന്തോഷകരമായിരിക്കുന്നതിൻ്റെ ഭാഗമായി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 99% രോഗങ്ങൾ മനോജന്യ രോഗങ്ങളാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും, മനോജന്യ രോഗങ്ങൾ. ഈ മനോജന്യ രോഗങ്ങൾ 98% രോഗങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പോവുകയാണ്. നമ്മൾ ഒരുപാട് പൈസ അതുവഴി സേവിങ് ചെയ്യാനും കഴിയും. ഒരുപാട് സമയം നമുക്ക് ജീവനോടെ ഇരിക്കാനും ഭൂമിയിലിരിക്കാനും സാധിക്കും. നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ ലക്ഷ്യം അടഞ്ഞാലേ ഞാൻ സമാധാനം ആവൂ എന്നല്ല വേണ്ടത്. ലക്ഷ്യം നമ്മളവിടെ ഉണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എൻജോയ് ചെയ്ത് സമാധാനത്തോട് കൂടിയിട്ട് അതിനെ ആ ഓരോ ഘട്ടങ്ങളെയും, അതിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും ആസ്വാദ്യകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. ചില ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തിട്ട് ചില ആളുകൾ ഇങ്ങനെ പരാജയപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല, വെറുതെ അല്ല പരാജയപ്പെട്ടത്, തൻ്റെ അടുത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടാണ് പരാജയപ്പെട്ടത്. ഈ മിസ്റ്റേക്കുമായിട്ട് നാളെ ഇവനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയും ഇവർ റോട്ടിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഇവനക്ക് സംഭവിക്കുക? ഇവൻ്റെ ഫാമിലിയുമായിട്ട് ഏറ്റവും വിലപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് നമ്മൾ ഇത് വണ്ടി എടുത്ത് പുറത്തിറങ്ങണം. ഈ മിസ്റ്റേക്ക് അവിടെ കാണിക്കുകയാണ്. നമ്മളെ ഫാമിലി നഷ്ടപ്പെടുന്ന, ആക്സിഡൻറ്റിൽ പെടുന്ന, വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയാൽ നമുക്കത് നികത്താം. പക്ഷേ നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ അംഗവൈകല്യങ്ങൾ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ നികത്തും? അപ്പം നമ്മൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിനെക്കുറിച്ചും ഒക്കെ എല്ലാത്തിനും പോസിറ്റീവായി എടുക്കേണ്ടത്. പല ആളുകളും ചെന്ന ഉടനെ കിട്ടണം എന്നുള്ളൊരു ശാഠ്യമാണ്.
തൻ്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടോ, തൻ്റെ കുറവ് കൊണ്ടാണ് ഈ രീതിയിലുള്ള ചിന്തകളില്ല, പോസിറ്റീവായ ചിന്തകളില്ല. അത് പറഞ്ഞപ്പോഴാണ് സാന്ദർഭികമായി ഞാൻ ഓർത്തത്. ഇപ്പോൾ UAE ദുബായിൽ 2 ദിവസം മുന്നേ ഒരു പേപ്പറിൽ കണ്ടതാണ്. അധികം ആളുകളും ടെസ്റ്റ് പാസ്സാവാത്തത്, ഫെയിലാവുന്നത് ഈ ടെൻഷൻ മൂലമാണ്. മാനസികമായ സമ്മർദ്ദങ്ങൾ. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല അവർ പാസ്സാവാത്തത്. അവർക്ക് എന്താ പറയുക, ടെൻഷൻ. വണ്ടി ഓടിക്കുന്ന സമയത്ത്, ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിയായ ടെൻഷനുകൾ വന്നിട്ട് അവർ പിരിമുറുക്കത്തിലിരുന്നിട്ടാണ് ഈ അബദ്ധങ്ങൾ, കൈവറ, കാലുവറ ഇതെങ്ങനെ ഉണ്ടായാലൊന്നും ദുബായിൽ നല്ല GCCയിലെവിടെയും ലൈസൻസ് കിട്ടുക. നല്ല ധൈര്യമുള്ള, വിറക്കാതെ വണ്ടി ഓടിച്ചാൽ മാത്രമാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിന് വരുന്ന പോലീസുകാരൻ്റെ മുന്നിൽ എത്തുന്ന സമയത്ത് ഇവർ വല്ലാതെ നെർവസ് ആവാണ്. അപ്പോൾ ഏകദേശം 5 ടെസ്റ്റാണെന്ന് തോന്നുന്നു. 5 ടെസ്റ്റിന് ശേഷം ഇനി ഒരു 6 മാസത്തെ ശേഷമാണ് വീണ്ടും ടെസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ആളുകൾക്ക് കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഇത് വരാൻ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഒരു സംഭവം ലൈസൻസിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെയാണ് എടുക്കേണ്ടത്. നമുക്ക് കിട്ടേണ്ട സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. വളരെ വൃത്തിയായിട്ട് ചെയ്യുക, പോരായ്മകൾ നികത്തി മുന്നോട്ട് പോകുക. പിന്നെ ഇതുപോലുള്ള ടെൻഷനുകൾ ഒക്കെ മാറ്റാൻ ഒരു തെറാപ്പി ഉണ്ട്, ഹിപ്നോതെറാപ്പി എന്ന് പറയും. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പല പ്രശ്നങ്ങളും, പല പേടികളെയും ഭയത്തെയും ഒക്കെ നീക്കം ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഒരുപാട് ടെസ്റ്റുകളൊക്കെ കൊടുത്ത് പാസ്സാവാതെ ഫെയിലായിട്ട് നിൽക്കുന്ന, എന്നാലും വണ്ടി ഓടിക്കാനറിയാം, നെർവസായിട്ട് പേടിയായതുകൊണ്ട് അവർക്ക് ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കുന്നില്ല. ഈ ആളുകൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ദുബായിലുള്ളവർക്കാണ് ഇതിനുള്ള സൗകര്യമുള്ളത്. ഹിപ്നോതെറാപ്പി എന്ന് പറയും. ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി. ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയാം, 052-762-9986. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. ഈ പേടിയെന്നല്ല, ഒരുപാട് അസുഖങ്ങൾക്ക്, പേടി, ഭയം, അതുപോലെ ഡിപ്രഷന്, പിന്നെ ഒരുപാട് ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരുവിധ സംഭവം മാനസിക പ്രശ്നങ്ങൾ മൂലമാണ്. എല്ലാ മാനസിക പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു, 98% പ്രശ്നങ്ങൾ മാനസികമായ ഇതിൽ നിന്ന്, മനോജന്യ രോഗങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്ന്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം. അതുപോലെ അഡിഷൻസ്, വലുതായിട്ടുള്ള അഡിഷൻസ് ഉണ്ടാവും പലർക്കും. അപ്പോൾ നമ്മൾ ഈ ചികിത്സ നടത്തിയ പലരും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്രതീക്ഷിതമായി പല ഗുണങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നവരുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്ന ആളുകളുണ്ട്. ഒരുപാട് അഡിഷൻസ്, സിഗരറ്റ് അഡിഷനായാലും ആൽക്കഹോൾ അഡിഷനായാലും ഉറക്ക്, സിനിമ, മറ്റ് ഒരുപാട് അഡിഷൻ ഉണ്ട്. മനുഷ്യന് നമ്മുടെ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തോട് നമ്മൾ അഡിക്റ്റ് ആവുക. അതിപ്പോൾ ഞാൻ എടുത്തു പറയുന്നില്ല. ചിലർക്ക് ഭക്ഷണമാവാം, ചിലർക്ക് ഉറക്കമാവാം, ചിലർക്ക് സിനിമ ആവാം, ചിലർക്ക് മറ്റ് അശ്ലീലമായ മറ്റു കാര്യങ്ങളാവാം, ഒക്കെ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ സാധിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഫീഡ് ചെയ്തിട്ടുള്ള നമ്മുടെ തെറ്റായ ചിന്താഗതികളെ നമ്മളതിനെ തുടച്ച് നീക്കി പുതിയ ഒരു മെസ്സേജിനെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ കിട്ടാനാണ് നമുക്ക് പാട്. അപ്പോൾ കഴിവും പ്രാപ്തിയും പരിചയസമ്പന്നവുമായ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ഇപ്പോൾ നമ്മുടെ പരിചയത്തിൽ വന്ന് പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒത്തിരി ആളുകൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്തകൾ നന്നാക്കുക. ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തിയായിട്ട്, ചിന്തകളാണ് നമ്മുടെ വാക്കായിട്ട് വരുന്നത്. വാക്കിൻ്റെ പ്രതിഫലമായിട്ട് പ്രവൃത്തി നമുക്കുണ്ടാകുന്നത്. ചിന്തകൾ ആയതിൽ നമ്മൾ ഏതൊരു കാര്യത്തെയും പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കുക. നമുക്ക് ഇതുവരെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദി നമ്മളാണ് എന്നുള്ളത് നമ്മുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇയാൾക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമെന്ന്.
നമ്മളൊരു നെഗറ്റീവ് പറയുകയാണെങ്കിലും അതിനെ പോസിറ്റീവായി പറയാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? ഈ ഒരു സംഭവം മോശമാണ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡാണ്. ഇതിനെങ്ങനെ നന്നാക്കി പറയാം? ഇതിനെ നന്നാക്കി പറയേണ്ടത് ഈ ഒരു സാധനം, ഇപ്പോൾ ഈ ഒരു ആപ്പിള് ഇത് നല്ലതല്ല, പക്ഷേ നെഗറ്റീവ് മീനിങ്സാണ് വരുന്നത്. പക്ഷേ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെല്ലുന്ന ആദ്യത്തെ വേടത നല്ലത് അല്ല, നല്ലതല്ല. അപ്പോൾ നല്ലതിനെയാണ് അവിടെ ഇതാക്കിയത്. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു പ്രത്യേകത അവിടെ ലോജിക്കില്ല. അവിടെ ആദ്യം കിട്ടുന്ന സംഭവങ്ങളൊക്കെ പിടിച്ചു വെക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീത്ത പറയുന്നതായാലും കുട്ടികളെ ശാസിക്കുന്നത്, ഇപ്പോൾ ചിലർ മാതാപിതാക്കൾ കുട്ടികളെ ശാസിക്കും. ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇതും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. കുട്ടികളെ ശാസിച്ചുകൊണ്ട് പറയും, എടാ നീ നന്നാവില്ല, നീ ഒരിക്കലും നന്നാവില്ല. ഞാൻ പറയുന്ന ആ കുട്ടി നന്നാവും. മനസ്സ് തട്ടിയിട്ടാവില്ല പറയല്ലേ, എന്നാലും ആ കുട്ടി നന്നാവും. പക്ഷേ അവിടെ നന്നാവുക എന്നുള്ള കാര്യത്തെയാണ് നന്നാവില്ല എന്ന് പറഞ്ഞത്. പക്ഷേ നേരെ മറിച്ച് പറയാം, നീ നശിക്കും. അന്ന് തമാശയിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവൻ നശിക്കും. കാരണം നാശം എന്നുള്ളത് പിന്നെ മണ്ടയിലേക്ക് ആദ്യം കയറുന്ന സംഭവം ഇതാണ്, നാശം. ഈ നാശത്തിനെ ആണ് നെഗറ്റീവായിട്ട് മൈൻഡ് എടുക്കുകയും ആ രീതിയിലുള്ള കാര്യത്തിൽ പ്രപഞ്ചത്തിൽ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അത് ഈ ഒരു വിഷയം ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടൊരു സംഭവങ്ങളാണ്. ഏതായാലും ഞാൻ നിർത്തുകയാണ്. ഇത്രയും കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അപ്പോൾ മറക്കണ്ട, ഹിപ്നോതെറാപ്പിസ്റ്റ്, നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ഉണ്ട്. എൻ്റെ മറ്റൊരു നമ്പറുണ്ട്, അത് നോട്ട് ചെയ്തോളൂ. 9715544895 ഫൈസൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.